ഇത് ഞങ്ങൾ കോന്നി ഫെസ്റ്റിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. കല്യാണത്തിരക്കാണെങ്കിലും മോൾക്കൊരേ നിർബന്ധം കോന്നി ഫെസ്റ്റിന് പോകണമെന്ന്. എല്ലാ വർഷവും പോകുന്നതായതുകൊണ്ട് പിന്നെ ഞങ്ങളും വിചാരിച്ചു എന്നാൽ പോയേക്കാമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. പാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡെയിലി നറുക്കെടുക്കുന്ന കൂപ്പണും തരും. അകത്ത് കയറുമ്പോൾ തന്നെ അതെല്ലാം ഫില്ല് ചെയ്ത് ഞങ്ങൾ ആ ബോക്സിലിട്ടു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ തീമിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു പടവും ഒരു കാലം കൊടിയും ഒക്കെ ഇങ്ങനെ പിക്ചറായിട്ട് വച്ചിട്ടുണ്ട്. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ അവിടെ വള്ളത്തിൻ്റെ രൂപവും ഊഞ്ഞാലും ഒരുപാട് ഫ്ലവേഴ്സും ചെടികളും ഇങ്ങനെ ഒരു ഗാർഡനായിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെയെല്ലാം നിന്നും ഇരുന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പിന്നീട് നമുക്ക് കാണാനുള്ള കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒരുപാട് ശേഖരങ്ങളാണ് അവിടെ കാണാനുള്ളത്. ഒട്ടകപ്പക്ഷി, ഒട്ടകം, ആട്, കുതിര, കാളകളെ, പിന്നെ ഒരുപാട് തരത്തിലുള്ള കോഴികളെ, ബേഡ്സ്, ഫിഷുകളെ, അങ്ങനെ ഒരുപാട് ആനിമൽസിനെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. ഒരുപാട് മുയലുകളും ലവ് ബേഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുൻപോട്ട് നീങ്ങും. ഒരാളുടെ തോളിലിരുന്ന് ഒരു വലിയ തത്ത ചുണ്ടുകൊണ്ട് കളിക്കുന്നത് കാണാം. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. ഫാൻസി ഐറ്റത്തിൻ്റെയും അച്ചാറുകളുടെയും തുണികളുടെയും ഫർണിച്ചർ, വണ്ടിയുടെ ഒരുപാട് സ്റ്റോളുകൾ അതിനകത്ത് തന്നെയുണ്ട്. മോൾക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചു കൊടുത്ത് അവൾക്കൊരു റോസ് മിൽക്കും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ വിസ്മയകരമായ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. മ്യൂസിക്കൽ നൈറ്റ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ലൈഡുകൾ, കുതിരയുടെയും ഒട്ടകത്തിൻ്റെയും പുറത്ത് കയറി ഒരുപാട് പേര് സവാരി നടത്തുന്നത് നമുക്ക് കാണാം. കൊച്ചു കുട്ടികൾ ട്രെയിനിലും ബോട്ടിലും ഒക്കെ കയറി കളിക്കുന്നത് നമുക്ക് കാണാം. കുഞ്ഞുങ്ങളുടെ ഈ സന്തോഷം കാണുമ്പോഴല്ലേ നമ്മളുടെ മനസ്സിനും സന്തോഷമുണ്ടാകുന്നത്. കുട്ടികളുടെ കലാസന്ധ്യ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുടെ നാടോടി നൃത്തവും ഉണ്ടായിരുന്നു. വലിയ കുട്ടികളെക്കാൾ കൊച്ചു കുട്ടികൾ കളിക്കുന്നത് കാണാനാണ് ഒരുപാട് ഭംഗി. എന്ത് ഭംഗിയായിട്ടാണ് അവർ പൂരം കാണാൻ